എളയാവൂരിൽ മതിലിടിഞ്ഞും അപകടം. സോണൽ താർ റോഡിന് സമീപമുള്ള വീടിന്റെ മതിലിടിഞ്ഞാണ് സമീപത്തെ വീട്ടിലേക്ക് വീണത്. മേയറടക്കമുള്ള പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തിങ്കളാഴ്ച രാത്രി ഉഗ്ര ശബ്ദത്തോടുകൂടിയായിരുന്നു മതിൽ ഇടിഞ്ഞു വീണത്. എളയാവൂർ സോണൽ താർ റോഡ് സമീപത്തുള്ള ഹമീദിയ, മൻസിൽ, റഹിയൻഡന്ത് എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള നജുമ എന്നിവരുടെ വീടിന്റെ മതിലിടിഞ്ഞാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇത് രാത്രി നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിൽ 2:15 പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലും കൂടി ഊഹിക്കാൻ പറ്റാത്തൊരു ശബ്ദമാണ്. എല്ലാവരും ഇങ്ങനെ കുട്ടികളടക്കം എണീറ്റ് കൂട്ടക്കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. വല്ലാതെ വിഷമത്തിലാണ്. കിണറും ആൾമാറി വലിയ കടമ്പ് ഇതിൽ വീടിൻ്റെ ചുമരും ഒക്കെ പോയി കിടക്കുകയാണ്. എന്താ ഒന്നും ചെയ്യാതെ പറ്റാതൊരു ചുറ്റുമാണ്. അങ്ങനെ നമ്മൾ മെമ്പർ ഷാഹിനൊക്കെ വന്ന് എല്ലാവരോടും വന്നിട്ടുണ്ട്. ശരി, എന്നാൽ ഓക്കെ. കിണറൊക്കെ പോയിരിക്കുന്നു. കിണറിൻ്റെ ആൾമാർ ഇതൊക്കെ തകർന്നിരിക്കുന്നു. റൂമിന് കുളിമുറിക്ക് സംഭവിച്ചിരിക്കുന്നു. വീട്ടിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. എന്തായാലും 2-3 ലക്ഷം റുപ്യൻ്റെ നാശനഷ്ടങ്ങളെ കാണാൻ സാധിക്കുന്നു. ഭീമ കംപ്ലീറ്റ് പോയി കിടക്കും. ആദ്യം ഭീമിൽ കെട്ടിയതാണ്, ഭീമ വാർത്തിട്ട് കെട്ടിയതാണ്, എല്ലാം പോയി. എന്തായാലും ഒരു 3 ലക്ഷത്തിന് മേലെ എന്തായാലും പ്രശ്നം ഉണ്ടാകുന്നത്. 2:30 മണിക്ക് മുതൽ ഇവർക്ക് ആകെ വെപ്രാളപ്പെട്ട് എല്ലാവരും വിളി തുടങ്ങി. പക്ഷെ 2:30 മണിക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. വന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് നമ്മുടെ സോണൽ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ജയച്ചയും വർക്കേഴ്സും എല്ലാം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. കിണറിന്റെ ആൾമറയും ശുചിമുറി, ബെഡ്റൂമിന്റെ ജനലുകൾ എല്ലാറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം 3 മണിക്കാണ് നമ്മൾ സംഭവം അറിയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഭയാനകമായ ഇടിച്ചിലാണ് ഇവിടെ ഇടിഞ്ഞത്. ഏകദേശം 10-18 വർഷമായി ഈ ഘടകം കെട്ടിയത്. അപ്പോൾ ഈ ഘടകം വീണ് താത്ത വീട്ടിലുള്ള ജനലും അതുപോലെ തന്നെ മതിലൊക്കെ ആകെ പിന്നെ നാശനഷ്ടമായിട്ടുണ്ട്. കിണറൊക്കെ നാശനഷ്ടമായിട്ടുണ്ട്. വളരെ ഭയാനകമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊക്കെ മാറി താമസിക്കണമെന്നാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. കൗൺസിലർ ഷാഹിന, ആരോഗ്യ പ്രവർത്തകർ, മേയർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പല ഭാഗങ്ങളിലുമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ മഴയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ണൂർ സിറ്റി ഭാഗത്തുണ്ട് വെള്ളം കയറിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് 2 വീടുകൾക്കാണ് അപകടാവസ്ഥ ഉണ്ടായത്. അതുപോലെ വാരം ഡിവിഷനിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ അങ്ങനെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുരന്ത നിവാരണ ഒരു സേന രൂപീകരിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തഹസിൽദാരെയും വില്ലേജ് ഓഫീസറൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വീട്ടുകാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള ഇടപെടൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വീണ്ടും അപകടം ഉണ്ടാകാതിരിക്കാൻ കുടുംബ വീട്ടിലേക്കോ മറ്റോ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 2:30 ഉഗ്രശബ്ദത്തോടുകൂടി മതിൽ ഇടിഞ്ഞത്.